നമസ്കാരം. അഗ്നിഹോത്രി നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ 1 മുതൽ 30 വരെ, അതായത് മീനം 18 മുതൽ മേടം 17 വരെയുള്ള വിവിധ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങൾ നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. നാൽഫലങ്ങൾ പറയുന്നതിന് മുൻപായി രാശിയും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം പരിശോധിക്കാം. ഗ്രഹങ്ങളുടെ ഭ്രമണപഥമായ രാശിചക്രത്തിൽ 12 രാശികളാണുള്ളത്. ഈ 12 രാശികളിലും കൂടിയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുള്ളത്. ഒരു രാശിയിൽ 2.25 നക്ഷത്രമാണ് ഉണ്ടാവുക. ഇത് പലതരത്തിലും വരാം. ചില നക്ഷത്രങ്ങളുടെ അരഭാഗവും മറ്റു ചില നക്ഷത്രങ്ങളുടെ മുക്കാലോ കാലോ ഭാഗങ്ങളുമായിരിക്കും ചിലപ്പോൾ ഒരു രാശിയിൽ ഉണ്ടാവുക. എന്നാൽ 18 നക്ഷത്രങ്ങൾ മാത്രം ഓരോ രാശിയിലും പൂർണ്ണമായി ഉണ്ടാവും. അതേതൊക്കെയാണ്? അശ്വതി, ഭരണി, രോഹിണി, തിരുവാതിര, പൂയം, ആയില്യം, മകം, പൂരം, അത്തം, ചോതി, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, ചതയം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണവ. ഉദാഹരണം പറഞ്ഞാൽ, ആദ്യത്തെ രാശിയായ മേടരാശിയിൽ അശ്വതി, ഭരണി എന്നിവയും കാർത്തികയുടെ കാൽഭാഗവുമാണ് ഉള്ളത്. അതുപോലെ അവസാനത്തെ രാശിയായ മീനത്തിൽ പൂരൊരുട്ടാതി കാലും കൂടാതെ ഉത്രട്ടാതിയും രേവതിയുമാണുള്ളത്. ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുന്നതിനിടയിൽ ഓരോ രാശിയിലും സഞ്ചരിക്കുകയും ആ രാശിയിലുള്ള 2.25 നക്ഷത്രങ്ങളുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്നു. ഇതിനെയാണ് കൂറ് എന്ന് പറയുന്നത്. അങ്ങനെ 27 ദിവസങ്ങൾ കൊണ്ട് ചന്ദ്രൻ 12 രാശി പൂർത്തിയാക്കുന്നു. ഈ കാലയളവിനെയാണ് നക്ഷത്രമാസം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ ആണ് കൂറ് എന്ന് ജ്യോതിഷത്തിൽ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ രാശി എന്താണ്, നക്ഷത്രങ്ങൾ എന്താണ്, രാശിയും ചന്ദ്രനും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്. ഇങ്ങനെ വളരെ വിശദമായി ഒരു സാധാരണക്കാരന് പോലും ജ്യോതിഷത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും തന്മൂലം അവനവൻ്റെ നാളുകളും കൂറുകളും രാശിയും മനസ്സിലാക്കി നമ്മുടെ ഭാവിയിൽ എന്താണ് നടക്കുക, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു ധാരണ പുലർത്താൻ സാധിക്കും. ഇനി നമുക്ക് നക്ഷത്രഫലങ്ങളിലേക്ക് പോകാം. അവിട്ടം നക്ഷത്രം ചിരകാലമായി തങ്ങൾക്കുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ മുഴുവനും തന്നെ നിറവേറ്റുന്നതായി കാണാം. വിദേശയാത്ര മുഖേന സാമ്പത്തിക രംഗത്ത് പുരോഗതി ദൃശ്യമാണെങ്കിലും ഈ മാസത്തിൻ്റെ അവസാന പാദമെത്തുന്ന സമയത്തു മാത്രമേ സാമ്പത്തിക സ്ഥിരത കൈവരാൻ സാധിക്കൂ. മറ്റുള്ളവരെ സാമ്പത്തിക കാര്യങ്ങളിൽ അകമഴിഞ്ഞ് സഹായിക്കുന്നതിൽ അല്പശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും. വളരെ യുക്തമായ തീരുമാനങ്ങളാൽ ജീവിതത്തിൽ അടുക്കും ചിട്ടയും കൈവരുന്നു. ഫലവത്തായ ചർച്ചകളിൽ പങ്കെടുത്ത് നാട്ടിലോ വിദേശത്തോ കർമ്മരംഗങ്ങളിൽ സജീവമാകാൻ സാധിക്കുന്നു. തങ്ങളുടെ നിലവിലുള്ള കർമ്മരംഗം മാറുന്നതായും പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും നിർബന്ധിതനാവുന്നു. വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നതാണ്. തങ്ങൾക്ക് അർഹമായ കുടുംബ പൂർവിക സ്വത്തിനായി നിയമസഹായം ഉപയോഗപ്പെടുത്തേണ്ടി വരികയും നിലവിലുള്ള താമസ സ്ഥലത്തു നിന്നും മാറി താമസം മാറേണ്ടതായും ഈ നക്ഷത്രക്കാർക്ക് വരുന്നുണ്ട്. മറ്റുള്ളവരോട് വളരെ തന്മയത്വത്തോടെയും നയതന്ത്രപരമായും പെരുമാറാൻ ശ്രദ്ധിക്കണം. തങ്ങൾ ചെന്നെത്തുന്ന എല്ലാ രംഗങ്ങളിലും തന്നെ കൂടുതൽ ഊർജ്ജസ്വലതയോടെ വിജയിക്കാനുള്ള ദൈവാധീനവും പിതൃക്കളുടെ അനുഗ്രഹവും അവിട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം ലഭിക്കുന്നു. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിത നിയോഗത്തെക്കുറിച്ചും അറിയുവാനായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. യൂട്യൂബ് ചാനൽ കാണൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.
അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.